നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തമിഴ് സിനിമയിലെ ഇതിഹാസ സംവിധായകൻ ഭാരതിരാജ അന്തരിച്ചു എന്നുള്ള വാർത്ത സിനിമാ ലോകത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. 4 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതം, 6 തവണ ദേശീയ പുരസ്കാരം, സൂപ്പർ ഹിറ്റുകളുടെ പരമ്പര തീർത്ത സംവിധായകനായിരുന്നു ഭാരതിരാജ. 84 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. ഗ്രാമീണ കഥകൾക്ക് പുനർനിർവചനം നൽകുകയും നിരവധി പുതിയ പ്രതിഭകളെ സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത സംവിധായകനാണ് ഭാരതിരാജ. തമിഴ് സിനിമയിലെ ഏറ്റവും സ്വാധീനമുള്ള ചലച്ചിത്രകാരന്മാരിൽ ഒരാളായാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. സ്റ്റുഡിയോ സെറ്റുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നിരുന്ന തമിഴ് സിനിമയെ ഗ്രാമീണതയുടെ യഥാർത്ഥ ഭംഗിയിലേക്കും പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലേക്കും ഇറക്കിക്കൊണ്ടുവന്നത് അദ്ദേഹമായിരുന്നു. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 2004 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. മകൻ മനോജിന്റെ അകാല വിയോഗത്തിന് പിന്നാലെ ഭാരതിരാജയുടെ ആരോഗ്യം മോശമായിരുന്നു. 2025 ഭാരതിരാജയുടെ മകൻ മനോജിന്റെ അപ്രതീക്ഷിത വിയോഗം. ഹൃദയാഘാതത്തെ തുടർന്ന് 48-ാം വയസ്സിലായിരുന്നു മനോജിന്റെ മരണം സംഭവിച്ചത്. മകനുമായി അത്രമാത്രം ആത്മബന്ധം പുലർത്തിയിരുന്ന ഭാരതിരാജയ്ക്ക് ആ വിയോഗം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. മകന്റെ മരണം ഭാരതിരാജയെ അത്രമാത്രം തളർത്തി. മകന്റെ മരണത്തിന് പിന്നാലെ മാനസികമായി തളർന്ന അവസ്ഥയിലായിരുന്നു ഭാരതിരാജ. അദ്ദേഹത്തിന്റെ സഹോദരൻ ജയരാജ് പെരുമയത്തേവർ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. മനോജിന്റെ മരണം ഭാരതിരാജയിൽ വലിയ വൈകാരിക തളർച്ച ഉണ്ടാക്കിയെന്നായിരുന്നു ജയരാജ് പറഞ്ഞത്. മകന്റെ മരണം ഭാരതിരാജയ്ക്ക് ഇനിയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. വിദേശയാത്രകൾ ഉൾപ്പെടെ നടത്തി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കാര്യമായ മാറ്റം ഉണ്ടായില്ലെന്നും സഹോദരൻ പറഞ്ഞിരുന്നു. മകന്റെ മരണത്തിന് പുറമെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ഭാരതിരാജയെ അലട്ടിയിരുന്നു. മകൾ ജനനി രാജ്കുമാറിനൊപ്പം മലേഷ്യയിൽ ഭാരതിരാജ കുറച്ചു മാസങ്ങൾ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. ഇതിനുശേഷം അടുത്തിടെയായിരുന്നു അദ്ദേഹം ചെന്നൈയിൽ മടങ്ങിയെത്തിയത്. ഇതിനുശേഷവും ശ്വാസതടസ്സം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ പലതവണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ബുധനാഴ്ച രാവിലെ ചെന്നൈയിലായിരുന്നു ഭാരതിരാജയുടെ മരണം. ചന്ദ്രലീലാവതിയാണ് ഭാരതിരാജയുടെ ഭാര്യ. സിനിമയിൽ വിജയകരമായ 50 വർഷങ്ങൾ പൂർത്തിയാക്കി വിടവാങ്ങിയ അദ്ദേഹം തമിഴകത്തിന്റെ ഇമയമല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തമിഴ് സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച ഈ മാന്ത്രികൻ പക്ഷേ അയൽ സംസ്ഥാനമായ കേരളത്തോടും മലയാള സിനിമയോടും മലയാളികളോടും എപ്പോഴും ഒരു പ്രത്യേക ആത്മബന്ധം സൂക്ഷിച്ചിരുന്നു. 30 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ 16 വയതിനിലെ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് കടന്നുവരുന്നത്. മികച്ച സംവിധായകൻ എന്നതിനൊപ്പം നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, അഭിനേതാവ് എന്നീ നിലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു. സിഗപ്പുറോജകൾ, നിഴൽകൾ, അലൈകൾ ഓയിവതില്ലേ, മുതൽ മര്യാദൈ, കിഴക്കുചീമയിലെ തുടങ്ങിയ ഭാരതിരാജയുടെ വിഖ്യാത ചിത്രങ്ങളാണ്. 2020 പുറത്തിറങ്ങിയ വീണ്ടും ഒരു മര്യാദൈ ആണ് അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്ത ചിത്രം. തന്റെ സംവിധാന ശൈലിയിലൂടെയും പിന്നീട് അവിസ്മരണീയമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെയും അദ്ദേഹം മലയാളികളുടെ മനസ്സ് കവർന്നു. പിന്നീട് അഭിനയ രംഗത്ത് സജീവമായ അദ്ദേഹം ഏറ്റവും ഒടുവിലായി അഭിനയിച്ച സിനിമ മോഹൻലാൽ നായകനായി അഭിനയിച്ച തുടരും എന്ന മലയാള ചിത്രമായിരുന്നു. തുടരും എന്ന മലയാള ചിത്രത്തിൽ പഴയകാല സ്റ്റണ്ട് മാസ്റ്ററുടെ വേഷത്തിലായിരുന്നു അദ്ദേഹം എത്തിയത്. ഭാരതിരാജയുടെ ചെന്നൈയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ ജോസഫ് വിജയ്, നടൻ സൂര്യ, മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഇളയരാജ തുടങ്ങി നിരവധി പ്രമുഖർ നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിക്കുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. ഭാരതിരാജയുടെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് പറഞ്ഞു. പത്മശ്രീ പുരസ്കാര ജേതാവായ അദ്ദേഹത്തിന്റെ സിനിമകൾ ഭാഷകൾക്കും തലമുറകൾക്കും അപ്പുറം പ്രേക്ഷകരെ സ്വാധീനിച്ചുവെന്ന് പവൻ കല്യാൺ ഓർമ്മിപ്പിച്ചു. ചിരഞ്ജീവി നായകനായ ആരാധന, ദേശീയ പുരസ്കാരം നേടിയ സീതാ കോക ചിലുക തുടങ്ങിയ ചിത്രങ്ങളെ അദ്ദേഹം പ്രത്യേകം അനുസ്മരിച്ചു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച കഥാകാരന്മാരിൽ ഒരാളായിരുന്നു ഭാരതിരാജ എന്ന് തെലുങ്ക് മെഗാസ്റ്റാർ ചിരഞ്ജീവി അനുസ്മരിച്ചു. ആരാധന എന്ന ചിത്രത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച നാളുകളിലെ അദ്ദേഹത്തിന്റെ ലളിത ജീവിതവും സിനിമയോടുള്ള സമർപ്പണവും തന്നിൽ വലിയ സ്വാധീനം ചെലുത്തിയതായി ചിരഞ്ജീവി പറഞ്ഞു. തന്നെ വെച്ച് ഒരു സിനിമ ചെയ്യണമെന്ന് അദ്ദേഹം പലപ്പോഴായും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ അത് ഇനി ഒരിക്കലും നടക്കാത്ത സ്വപ്നമായി അവശേഷിക്കുമെന്നും ഖുഷ്ബു വികാരാതീതനായി കൂട്ടിച്ചേർത്തു. സിനിമയുടെ ഭാഷയെ തന്നെ മാറ്റിമറിച്ച പ്രതിഭയായിരുന്നു അദ്ദേഹം എന്ന് നടി സിമ്രൻ പറഞ്ഞപ്പോൾ സാധാരണക്കാരുടെ ലളിതമായ ജീവിതത്തിലൂടെ അസാധാരണമായ ചലച്ചിത്ര വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന്
തെളിയിച്ച ഭാരതിരാജയുടെ പാരമ്പര്യം വരും തലമുറകൾക്ക് പ്രചോദനമായിരിക്കുമെന്ന് നടനും സംവിധായകനുമായ രാഘവ ലോറൻസ് അനുസ്മരിച്ചു. നടൻ ശരത് കുമാറും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമുള്ള ചലച്ചിത്ര ശൈലിയെ പ്രകീർത്തിച്ചു. ഭാരതിരാജയ്ക്ക് അനുശോചനം അറിയിച്ച് മോഹൻലാലും രംഗത്തെത്തി. മണ്ണിൽ കവിതയും നിശബ്ദതയിൽ സത്യവും ഓരോ ഫ്രെയിമിലും ആത്മാവും കണ്ടെത്തിയ സംവിധായകനാണ് ഭാരതിരാജ എന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മണ്ണിൽ കവിതയും നിശബ്ദതയിൽ സത്യവും ഓരോ ഫ്രെയിമിലും ആത്മാവും കണ്ടെത്തിയ സംവിധായകൻ. തുടരും സിനിമയിൽ ഭാരതിരാജ സാറിനൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കിടാൻ സാധിച്ചത് വിലമതിക്കാൻ കഴിയാത്ത ഒരു ബഹുമതിയായി ഞാൻ കരുതുന്നു. സർ, നിത്യശാന്തി നേരുന്നു. നിങ്ങളുടെ പാരമ്പര്യം തലമുറകൾക്ക് പ്രചോദനം നൽകും. നിങ്ങളുടെ അസാന്നിധ്യം സിനിമാ ലോകത്തിന് തന്നെ നഷ്ടമാണ് എന്നായിരുന്നു മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. തമിഴ് സിനിമയെ സ്റ്റുഡിയോ സെറ്റുകളിൽ നിന്ന് ഗ്രാമീണതയുടെ വന്യമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറക്കി നടത്തിയ ആ വിപ്ലവകാരി തുടരുമെന്ന ചിത്രത്തിൽ പളനിസ്വാമി എന്ന വയോധികനായ സ്റ്റണ്ട് മാസ്റ്ററുടെ വേഷത്തിലാണ് അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ചത്. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും ഓർമ്മക്കുറവും അലട്ടിയിരുന്നിട്ടും ഒരു തടസ്സവുമില്ലാതെ അദ്ദേഹം സെറ്റിൽ പുലർത്തിയ അച്ചടക്കത്തെയും ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് സ്വന്തം ജീവിതത്തിലെ ഏകാന്തതയോർത്ത് ഒരു കുഞ്ഞിനെ പോലെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞ നിമിഷങ്ങളെയും തരുൺമൂർത്തി അതിവൈകാരികമായി അനുസ്മരിച്ചു. ഭാരതിരാജയുടെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി നടി ഖുഷ്ബു സുന്ദർ അദ്ദേഹത്തിന്റെ വിയോഗം തമിഴ് സിനിമയിലെ ഒരു ഇരുണ്ട മേഘം പോലെയാണെന്ന് ഖുഷ്ബു കുറിച്ചു. ഖുഷ്ബുവിനെ നായികയാക്കി സിനിമ ചെയ്യണമെന്ന് ഭാരതിരാജ എപ്പോഴും പറയുമായിരുന്നു എന്നും ആ ആഗ്രഹം ബാക്കിയാക്കിയാണ് അദ്ദേഹം മടങ്ങുന്നതെന്നും ഖുഷ്ബു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആദരണീയനായ സംവിധായകൻ, ഇതിഹാസം ഭാരതിരാജ ഇനി നമ്മളോടൊപ്പം ഇല്ലെന്ന് അറിയുമ്പോൾ അതീവ ദുഃഖമുണ്ട്. തമിഴ് സിനിമയിൽ ഒരു ഇരുണ്ട മേഘം പോലെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. അദ്ദേഹത്തിന്റെ സിനിമകൾ സിനിമാ നിർമ്മാണത്തിന്റെ ബെഞ്ച് മാർക്കുകളാണ്. അവ തുടർന്നും നിലനിൽക്കും. എല്ലാ സിനിമാ പ്രേമികൾക്കുമായി വലിയൊരു പാരമ്പര്യം ബാക്കിയാക്കിയാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. എന്നെ വെച്ച് ഒരു സിനിമ ചെയ്യാമെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. അത് നടക്കാത്ത ഒരു സ്വപ്നമായി തന്നെ തുടരും. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യും സാർ എന്നായിരുന്നു ഖുഷ്ബു കുറിച്ചത്. ഗ്രാമീണ കഥകൾക്ക് പുനർനിർവചനം നൽകുകയും നിരവധി താരങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത സംവിധായകനാണ് ഭാരതിരാജ. തമിഴ് സിനിമയിലെ ഏറ്റവും സ്വാധീനമുള്ള ചലച്ചിത്രകാരന്മാരിൽ ഒരാളായാണ് അദ്ദേഹത്തെ കാണുന്നത്. 1941 ജൂലൈ 17 ഭാരതിരാജയുടെ ജനനം. രജനികാന്തിനെയും കമൽഹാസനെയും കേന്ദ്ര കഥാപാത്രമാക്കി 1977 16 വയതിനിലെ എന്ന ചിത്രമൊരുക്കി ഭാരതിരാജ സംവിധാന രംഗത്ത് തുടക്കം കുറിച്ചു. ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരുന്നതും ഭാരതിരാജയായിരുന്നു. ആദ്യ സിനിമയിൽ തന്നെ മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം ഭാരതിരാജ സ്വന്തമാക്കി. തൊട്ടടുത്ത വർഷം കിഴക്കേ പോകും റെയിൽ എന്ന ചിത്രമായിരുന്നു അദ്ദേഹം ഒരുക്കിയത്. അതേ വർഷം തന്നെ സിഗപ്പ് റോജകൾ എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തു. പുതിയ വാർപ്പുകൾ, സിറമാറാത്ത പൂക്കൾ, റെഡ് റോസ്, നിഴൽകൾ, അലൈകൾ ഒയ്തതില്ലേ, സീതാ കോക്ക ചിലുക, ടിക് ടിക് ടിക്, കാതൽ ഓവിയം, വാലിബമേ വാവ, മൻവാസനെ, പുതുമൈ പെണ്ണ, കിഴക്ക് ചീമയിലെ തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 21ഓളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. 6 തവണ ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. 2004 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. 2020 പുറത്തിറങ്ങിയ വീണ്ടും ഒരു മര്യാദയാണ് അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്ത ചിത്രം. സംവിധാനത്തിന് പുറമെ ഒരു നടനായും ഭാരതിരാജ സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. ആയുധ എഴുത്ത്, പാണ്ടിനാട്, ഈശ്വരൻ, തിരുച്ചിത്രമ്പലം, മഹാരാജ തുടങ്ങിയ ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ വേഷങ്ങൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. മോഹൻലാലും ശോഭനയും ഒന്നിച്ച് തുടരുമെന്ന ചിത്രത്തിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. 2013 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ സമിതിയുടെ ജൂറി ചെയർമാനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ ഇന്ത്യൻ സിനിമയിലെ ഒരു സുവർണ കാലഘട്ടത്തിനാണ് അവസാനമാകുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.